ഏറ്റവും ശ്രദ്ധേയമായ ഒരു പുരോഗമന കലാ സാഹിത്യ സാംസ്കാരിക സംഘടനയാണ്. ഏതാണ്ട് 15,000-ഓളം മെമ്പർമാർ അതിലുണ്ട്. ഈ കുവൈറ്റിൽ നടത്തുന്ന സാംസ്കാരിക പ്രവർത്തനത്തോടൊപ്പം തന്നെ അതിൻ്റെ അനുബന്ധമായി കേരളത്തിലും നമ്മൾ ചില പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് കുവൈറ്റിലെ മലയാളികളായിട്ടുള്ള കുടുംബാംഗങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് ഇവിടെ കേരളത്തിലും പരിപാടികൾ സംഘടിപ്പിക്കാറുള്ളത്. അപ്പോൾ കേരളത്തിലെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾക്ക് ഒരു പ്രതിവർഷം കലാ ട്രസ്റ്റ് അവാർഡ് നമ്മൾ പ്രഖ്യാപിക്കാറുണ്ട്. അപ്പം ഇതിനു മുമ്പ് പ്രമുഖരായിട്ടുള്ള കുറേ പ്രതിഭകൾ നമ്മൾ ആദരിച്ചിട്ടുണ്ട്. പാലോളി അഹമ്മദ് കുട്ടി, ONV കുറുപ്പ്, പ്രൊഫസർ MK സാനു, ശ്രീകുമാരൻ തമ്പി, മുരുകൻ കട്ടാക്കട, അശോകൻ ചെരുവിൽ, വിദ്യാധരൻ മാഷ്, നിലമ്പൂർ ആയിഷ, KPSC സുലോചന, കഴിഞ്ഞ വർഷം ബെന്യാമി, KR മീര, പ്രഭാവർമ്മ, ശരത്ചന്ദ്രൻ, ആലപ്പൂർ ലീലാകൃഷ്ണൻ തുടങ്ങിയവരെയാണ് നമ്മൾ അവാർഡ് നൽകി ആദരിച്ചത്. ഈ വർഷത്തെ കുവൈത്ത് കലാ ട്രസ്റ്റ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത് സിനിമാ നടൻ ഇന്ദ്രൻസിനെയാണ്. 50,000 രൂപയുടെ ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ അവാർഡ്. അഭിനയ രംഗത്ത് നിരവധി പുരസ്കാരങ്ങൾ നേടിയ വ്യക്തിയാണ് പ്രിയപ്പെട്ട ഇന്ദ്രൻസ്. ഞാനിന്ന് രാവിലെ അദ്ദേഹത്തോട് വിളിച്ച് ഈ അവാർഡിൻ്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹം സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 2019 കേന്ദ്ര ചലച്ചിത്ര പുരസ്കാരം, 2019 ഞാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് നൽകിയത്. ഏറ്റവും നല്ല നടൻ ആദ്യമായിട്ട് അന്നാണ് അദ്ദേഹത്തിന് നൽകിയത്. 2019 ഫിലിം ക്രിറ്റിക്സ് അവാർഡ്, 2022 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം ഞങ്ങൾ SSLCക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടികൾക്ക് 7,500 രൂപയുടെ എൻഡോമെന്റ് ഷീൽഡ് നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ 100 കുട്ടികൾക്കാണ് നൽകിയത്. തൃശ്ശൂരിൽ വെച്ചായിരുന്നു പരിപാടി. ഈ വർഷത്തെ കലാ ട്രസ്റ്റ് പുരസ്കാര സമർപ്പണം 2026 ഓഗസ്റ്റ് 3-ാം തീയതി കണ്ണൂരിൽ വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നത്. ഞാൻ ഈ ട്രസ്റ്റിൻ്റെ ചെയർമാനാണ്. ഞാൻ ഈ സുദർശന കളത്തിൽ സെക്രട്ടറി, കുവൈത്ത് കലാ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയുമാണ്. AKJ സെൻറ്ററിലെ ബിജു കണ്ടക്കയാണ് കുവൈത്ത് കലാ ട്രസ്റ്റിൻ്റെ ട്രഷറർ. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാറുള്ളത്. ഡേറ്റ് 2026 ഓഗസ്റ്റ് 3-ാം തീയതി. അത് കോപ്പി റിലീസ് വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഇതിന്റെ പ്രാധാന്യം ഇല്ലാണ്ടാക്കണ്ട. സംബന്ധിച്ച് CPM-ൽ തന്നെ 2 അഭിപ്രായം വരികയാണല്ലോ. തന്നെ അത് വളരെ വ്യക്തമായിരുന്നു. വിജയരാജൻ പറയുന്നു അഴിമതി ഉണ്ട് എന്ന കാര്യം നമുക്കറിയില്ല. അങ്ങനെ പറഞ്ഞ KK രാഗേഷ് അങ്ങനെ അത് സ്ഥിരീകരിക്കട്ടെ. എനിക്കങ്ങനെ അഭിപ്രായമില്ല. അങ്ങനെ ശൈലജ ടീച്ചറും അതല്ല പറയുന്നു. അങ്ങനെ 2 തട്ടിലായിട്ടുണ്ടോ CPM കാര്യത്തിൽ? അതിൻ്റെ അകത്ത് ഒരേ തട്ടിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. 2 തട്ടിൽ എന്നുള്ളത് നിങ്ങളുടെ ഭാവന സൃഷ്ടിയാണ്. ഒരേ അഭിപ്രായമാണ് കാര്യത്തിലുള്ളത്.
ഒന്ന്, ജനങ്ങൾ അറിയാതെ, ഗവൺമെൻറ് അറിയാതെ ഏതോ ഒരു തലത്തിൽ രൂപം കൊണ്ട ഒരാസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഷെയർ വിൽപ്പന നടന്നിട്ടുള്ളത്. ഷെയർ വിൽപ്പനയാണ്, അല്ലാതെ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. 49% ഷെയർ ഒരു വിദേശ കോർപ്പറേറ്റ് കമ്പനിക്ക് കൈമാറിയാൽ സ്വാഭാവികമായും വിഴിഞ്ഞം തുറമുഖവും അനുബന്ധമായിട്ടുള്ള പ്രവൃത്തികളും വിദേശ കോർപ്പറേറ്റ് ശക്തിയുടെ കയ്യിലാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് വന്നില്ല. ഒരു വ്യക്തത ഉണ്ടാക്കണം. അത് ഗവൺമെൻറ്റിൻ്റെ അറിവുണ്ടായിരുന്നു, UDFിൻ്റെ അറിവുണ്ടായിരുന്നു. ഇല്ല എന്ന് മാത്രമല്ല, സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് നടന്നിട്ടുള്ളത്. അതിൻ്റെ അനുബന്ധമായി നടന്നിട്ടുള്ള പശ്ചാത്തല പ്രവർത്തനങ്ങളെല്ലാം സംശയാസ്പദമാണ്. അതാണ് പാർട്ടിയുടെ നേതാക്കൾ എല്ലാവരും സൂചിപ്പിച്ചത്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. രണ്ടഭിപ്രായം ഇല്ലേ? അല്ല, പാർട്ടി അതിനകത്ത് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ലല്ലോ. അതുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനിയുടെ അടക്കം വാർത്ത വന്നതിൽ ഒരു വീഴ്ച സംഭവിച്ചു എന്നാണ് സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയത്. അല്ല, വാർത്തയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചു. ദേശാഭിമാനിയിൽ വരുന്നതിനേക്കാളും മുമ്പേ ദേശീയ പത്രങ്ങളിൽ ആ വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വാർത്താ പ്രാധാന്യമുള്ള കാര്യം എന്നുള്ള നിലയിലാണ് ദേശാഭിമാനി അന്ന് കൊടുത്തത്. പക്ഷെ ആ കൊടുത്ത വാർത്തേൻ്റെ ഉള്ളടക്കം വായിക്കുമ്പോൾ എന്തോ കോർപ്പറേറ്റുകൾക്ക് ഷെയർ വിൽക്കുന്നതിന് അവസരം ഉണ്ടാക്കി കൊടുത്തു LDF ഗവൺമെൻറ് എന്നുള്ളൊരു വ്യാഖ്യാനം വരും. അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ കാര്യമാണ്. ഒരു വാർത്താപത്രം കൂടിയാണല്ലോ, പാർട്ടി പത്രം മാത്രമല്ല. ആ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് അവരത് കൊടുത്തത്. പക്ഷേ ഈ രൂപത്തിലുള്ള ഒരു വ്യാഖ്യാനം വരുന്നതിന് ആ വാർത്ത ഇടവരുത്തി എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ സൂചിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.